ഓക്കെ അല്ലേ? ഈ മാസം കുറച്ചേറെ പടങ്ങൾ ഈ മാസം വരുന്നുണ്ട്. നമുക്ക് 9 ആണെങ്കിൽ കുറെ പടം റിലീസ് ഉണ്ട്. നമുക്ക് അങ്ങനെ കുറച്ച് പടത്തിന് റിലീസ് ചെയ്ത് ട്രെയിലർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്റ്റുഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിഷ്ണുവി ജെയിംസ് ആ പയ്യനല്ലോ, വേറെ പയ്യനല്ലേ? നമ്മുടെ ചൂരല്ല ചൂരല്ല സാധാരണ ആങ്ങളായിട്ടാണല്ലോ സാറിന് പാട്ടൊക്കെ ഓ പുള്ളി കിട്ടണ പിന്നെ ആട്ട് കേക്കപ്പോ സൂപ്പറല്ലേ? കാറ് കുറെ ഉണ്ടല്ലോ. മാത്തിയില്ലാതെ നസ്ലിനില്ലെന്ന അവസ്ഥയാണല്ലോ. നല്ല പരിചയം. മൊത്തം നാറുവാന്ന് തോന്നുന്നു പടത്തിന്. മൊത്തത്തിൽ പുള്ളി കൊള്ളാല്ലേ? ആ സെയിം ഒരു വൈബ് ഉണ്ട്. അതൊരു മിനിമം ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡയറക്ടറും കൂടെ. അത്യാവശ്യം കുറച്ച് ഹ്യൂമറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ സോങ് നൈസായിരിക്കും തോന്നുന്നു. വിഷ്ണു വിജയല്ലേ ആയിരിക്കും. പിന്നെ ഈ കാസ്റ്റും നൈസാണ്. അവരുടെ ഒരു ഫ്രണ്ട്സ് നൈസാ. ഇതില് കൊള്ളാം പോയി നോക്കാം. ട്രെയിലർ കണ്ടിട്ട് കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷന് വേറെ പടങ്ങൾ ഉള്ളത് കൊണ്ട് മത്തില്ലാതൊരു പടമില്ല. അവരുടെ കോമ്പോ നൈസ് അല്ലേ? കുഴപ്പമില്ല, വലിയ എക്സൈറ്റിംഗ് മൂവ്മെന്റ് ഒന്നും ഇല്ല. പക്ഷെ കണ്ടിരിക്കും ഒരു ടിപ്പിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ തന്നെ. അതില് ബാക്കി എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിന്റെ ഒരു മേക്കിംഗ് പഴയ കാലഘട്ടം ആയതുകൊണ്ട് അതിന്റെ ഒരു രസമുണ്ട് കണ്ടിരിക്കാൻ. പിന്നെ ഇതിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ഇവര് പറയുന്നുണ്ട് അന്വേഷണത്തിന്റെ കഥയേക്കാൾ ഉപരി അന്വേഷിക്കുന്നവരുടെ കഥയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഈ പോലീസുകാരുടെ ഇപ്പം കണ്ണൂർ സ്ക്വാഡിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ടച്ച് വരാൻ സാധ്യതയുള്ള ഒരു പടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരങ്ങനെ പറഞ്ഞു അന്വേഷണം ഉണ്ട്, എന്നാലും അന്വേഷിക്കുന്നവരുടെ അവരുടെ ലൈഫും. കാരണം ഇപ്പൊ ഈ ഇതൊക്കെ കാണുമല്ലോ, ഇപ്പം പോലീസുകാരെന്ന് പറയുമ്പോഴത്തേക്ക്
ഒരുപാട് മേലുദ്യോഗസ്ഥന്മാരെ താഴെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും. ലൈഫ് സ്റ്റൈൽ മറ്റേ ബിജു പൗലൂസിനെ കണ്ടാണല്ലോ, ആക്ഷൻ ഹീറോ ബിജു. അപ്പൊ ഇവരൊരു കേസ് അന്വേഷണത്തിൽ വരുമ്പോൾ അതിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇവർ എന്തായാലും അനുഭവിക്കും, വെളിയിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ അതായിരിക്കും. അവരുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും പടം പോകുന്നത്. പിന്നെ ഇതില് മെയിനായിട്ട് സാധനം എന്ന് വെച്ചാൽ മ്യൂസിക് ചെയ്തേക്കുന്നത് സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. പുള്ളി മലയാളത്തിൽ ഇനി മറ്റേ 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ പടമില്ലേ, അതിന്റെ സ്കോർ എന്തോ അത് അതെ തന്നെ. പിന്നെ ദീ ഇല്ലേ, പുള്ളിക്കാരന്റെ മോളാണ് ദീ, എൻജോയ് എൻജാമി, പുള്ളിക്കാരി പാടുന്ന ഒരു സോങ് കണ്ടത് ഇപ്പൊ ഔട്ടായിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ നമ്മുടെ ജിനു എബ്രഹാം അറിയില്ലേ, ആഡം ജോണിന്റെ ഒക്കെ ഡയറക്ടർ. ആഡം അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു ആഡം ജോൺ. പിന്നെ റൈറ്റർ, പിന്നെ പുള്ളിയൊരു പടം ചെയ്തിട്ടുണ്ട്, കടുവ ചെയ്തിട്ടുണ്ട് റൈറ്റർ. പിന്നെ നമ്മുടെ പഴയ ഒരു മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ പൃഥ്വിരാജ്, അതിന്റെ റൈറ്റർ പുള്ളി തന്നെ. അത്യാവശ്യം നല്ല ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേഷൻ പുള്ളി എല്ലാം നൈസാന്ന് തോന്നുന്നു. അപ്പം അത്യാവശ്യം ക്വാളിറ്റി പ്രതീക്ഷിക്കാം. ട്രെയിലർ കണ്ടിട്ടും മേക്കിങ്ങിൽ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ മറ്റേ അങ്കമാലിയിലെ മറ്റേ പുള്ളി, പക്ഷെ പുള്ളി സീരിയസ് റോളാന്ന് തോന്നുന്നു. സീരിയസ് റോളിലൊന്നും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റേ അയ്യപ്പനെ കോശിക്കാത്ത പുള്ളി മറ്റേ ഗുണ്ടായിട്ടല്ലേ, അല്ല പുള്ളി അല്ലാതെ സീരിയസ് റോളായിട്ട് ചെയ്തിട്ടുണ്ട്, ഏതോ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടയം നസീർ ഉണ്ട് ഇതിനകത്ത്, പടത്തിനകത്തുണ്ട്. പുള്ളി പറഞ്ഞോട്ട് കുറച്ച് നാൾക്ക് ശേഷം മറ്റേ റൊഷാക്കിനകത്താ പുള്ളി നല്ല റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സീരിയസ് റോൾ. അതുപോലെ കുറച്ച് നല്ല റോളാണെന്ന് തോന്നി ഇതിനകത്ത്. ഓക്കെ, നമുക്ക് നോക്കാം. 9-ാം തീയതിയാണ് ഈ പടത്തിന്റെ റിലീസ്. 9-ാം തീയതി ഒരുപാട് റിലീസ് ഉണ്ട്, എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം. ഈ മാസം കുറച്ചധികം സിനിമകളുണ്ട്. ബ്രഹ്മയുഗം ഉണ്ട്, പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല പ്രതീക്ഷയുള്ള സിനിമകളാണ്. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഓഡിയൻസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തില് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമാവും. കാരണം ഓൾറെഡി ഇങ്ങനത്തെ ടൈപ്പ് മൂവിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച വന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് എങ്ങനെ ഓഡിയൻസ് ഏറ്റെടുക്കും എന്നുള്ളൊരു ഇത് വന്നു. നമ്മൾ കണ്ട് ശീലിച്ച് സ്ഥിരം ഇപ്പം കളറിലായ കുറെ പടങ്ങളുണ്ട്, പക്ഷെ ത്രൂ ഔട്ട് ഇല്ലെങ്കിലും കുറെ പടങ്ങളിലൊക്കെ. പക്ഷെ ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിലപ്പോ ഹൊററിന് കുറച്ച് ഇത് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കത് കണ്ടപ്പോ മറ്റേ ഇതിന്റെ ഒരു മറ്റേ ഡോൺ ബ്രീത്ത്, അതിന്റെ ഒരു ടച്ച് അടിച്ചായിരുന്നു. അത് മറ്റേ ഹൊറാണെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹൊറർ അല്ല, മറ്റേ കുറച്ച് പെൺപിള്ളേരോ ആരാണ്ട് എന്നിട്ട് ഒരു അപ്പൂപ്പനെ പിടിച്ചിട്ട് അപ്പൂപ്പൻ ആ ഒരു ഫീൽ അടിച്ച്. കാരണം മമ്മൂട്ടിയുടെ അടുത്ത് പെട്ടുപോയിട്ട് മനക്കിലേക്ക് അങ്ങനെ സാധനം അടിച്ച്. ഭൂതകാലം പക്ഷെ അടിപൊളിയായിരുന്നു. ഭൂതകാലം അന്യായ ഹൊറായിരുന്നു. മലയാളത്തിൽ അങ്ങനെ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ഹൊറർ മൂവി ഇറങ്ങിയിട്ടില്ല. ഇഷ്ടം പോലെ സിനിമ ഉണ്ടെന്നല്ലോ, ഞാൻ അടുപ്പിച്ചു ഒരു വീക്ക്. ഇത് മറ്റേ മലയാള സിനിമ മാത്രം കുറവുണ്ട് അതിന്റെ കൂട്ടത്തില്. ടൈമിലാണോ അതിന്റെ ഇതുണ്ട്, നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രണയം, അല്ല ലവർ, അതും അത്യാവശ്യം കൊള്ളാവുന്നതാണ് തോന്നുന്നു. പിന്നെ മഞ്ഞുമൽ ബോയ്സ് സുഷീൻ ശ്യാം ഭയങ്കര ഹൈപ്പ് കൊടുത്തേക്കുന്ന ഒരുപാട്. ആ ഒരു ഇന്റർവ്യൂ കാരണം മലയാള സിനിമയുടെ ഗതി മാറ്റുമെന്നാണ്. മ്യൂസിക് വൈസ് ആണ് പറഞ്ഞേക്കുന്നത്. മ്യൂസിക് വൈസ് മലയാളം ഇൻഡസ്ട്രിയിൽ ചേഞ്ച് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എനിക്കൊന്ന് കുറെ പേര് എക്സ്പെക്ട് ചെയ്ത് വെക്കുമായിരിക്കും മറ്റേ പറവയല്ല എന്ന് വെച്ചാൽ ഒരു റീയൂണിയൻ ടൈപ്പ് മൂവിയാണ്. വലിയ കുഴപ്പമില്ല, കാരണം പിന്നെ ഡയറക്ടർ ജാനമന്റെ ഡയറക്ടറാണ്. നമുക്ക് ഓൾറെഡി പുള്ളി ഒന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അല്ല, എക്സ്പെക്ടേഷന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞ, ജോണർ കൺഫ്യൂസ് ചെയ്യുമെന്നുള്ളതാണ്. ഈ റീയൂണിയൻ കോമഡി ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരെയും അങ്ങനെ മാറുമായിരിക്കാം. സോങ് ഇറങ്ങിയിട്ടുണ്ട്. അത് മറ്റേ വേടനും സുഷീൻ ശ്യാമും കൂടെ ചെയ്തു. ആണോ? ഞാൻ ആ സോങ് കേട്ടില്ല. അത്യാവശ്യം കൊള്ളാന്ന്. ഇപ്പൊ തന്നെ 5-6 സിനിമയായി. പിന്നെ യാത്ര 2 പിന്നെ തെലുങ്കാണ്. അത് എങ്ങനെ ഓഡിയൻസ് നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്സ് ബേസ്ഡും കൂടെ ആയതുകൊണ്ട് എങ്ങനെ എടുക്കുന്നറിയില്ല. പിന്നെ ദുൽഖർ സൽമാന്റെ ഒരു മറ്റേ പടത്തിന്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ലക്കി ഭാസ്കറോ, അത് എനിക്ക് തോന്നുന്നു മറ്റേ ഇത് സ്കാം ആ പടമല്ലേ, അതിന്റെ ഒരു ഫീൽ അടിക്കുന്നുണ്ട്. കണ്ട ട്രെയിലറൊക്കെ ഓക്കെയാണ്, നിരാശ തോന്നുന്ന രീതിയിലുള്ള ട്രെയിലറൊന്നും അല്ല, എല്ലാം പ്രതീക്ഷയുള്ള ട്രെയിലറുകളാണ് അല്ലേ. പറഞ്ഞോട്ട് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും കുറച്ച് സീരിയസും, മറ്റേ ബാക്കിയെല്ലാം കോമഡി. അല്ല, ഈ മാസം ഇറങ്ങുന്ന സിനിമകളൊക്കെ അത്യാവശ്യം ഹൈപ്പുള്ള സിനിമകളുമാണ്, അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന സിനിമകളാണ്. എല്ലാം പ്രൂവൺ ഡയറക്ടേഴ്സ് ആണ്. ഒരുമാതിരിപ്പെട്ട പടങ്ങളിലേക്ക് ഇപ്പം അന്വേഷണം കണ്ടെത്തുവാണെങ്കിലും ട്രെയിലറിലും ഒരു പ്രതീക്ഷയുണ്ട്, ഡയറക്ടറിലും പ്രതീക്ഷയുണ്ട്. പ്രേമയിലും ആണെങ്കിലും ഡയറക്ടറിലും പ്രതീക്ഷയുണ്ട്. പിന്നെ കാസ്റ്റിംഗ് അങ്ങനെ തന്നെയാണ്. പിന്നെ പ്രമേയം, മമ്മൂട്ടി ഇപ്പൊ ചെയ്യുന്ന പടങ്ങളെല്ലാം നല്ല സിനിമകളാണ്.
ബാലിമിന് ഇപ്പൊ ഭയങ്കര കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഭയങ്കര മിക്സഡ് അല്ലേ റിവ്യൂ LJP പുള്ളി തന്നെ ഇന്റർവ്യൂകൾ കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി പേര് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കുറെ പേര് നല്ല തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഇറങ്ങിയതിനകത്തില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, ഇത് പക്ഷെ ഇത് കാണണ്ട എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഇത് നടക്കുന്നുണ്ട്. പറഞ്ഞ പോലെ ഒരു ആർട്ട് വർക്കാണത്. ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഒരാൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മറ്റവൻ കാണണ്ട എന്ന് പറയുന്നത് ആ പ്രശ്നോട് ഇത്. ചിലര് പറയുന്നതിനെ ന്യായീകരിക്കുക, എന്റെ പൈസയോ പോയി അവന്റെ പൈസ പോകണ്ടല്ലോ എന്നുള്ള. സിനിമ പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആസ്വാദനം, ഓരോ രീതിയിലുള്ള സിനിമകളായിരിക്കും ഇഷ്ടം. ശരി, ഈ ഭീഷ്മയ്ക്ക് തന്നെ ആദ്യം ഫസ്റ്റ് എനിക്കൊന്ന് ഫാൻ ഷോ ഒക്കെ കഴിഞ്ഞപ്പോ ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് വന്നത്. പ്രൊമോഷനിലും പ്രശ്നമുണ്ട്. അവർ ഇങ്ങനത്തെ ടൈപ്പ് ഒരു പറയണമായിരുന്നു. മോശം പ്രൊമോഷൻ നടത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല അത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ആ മൂവി എന്ന് പറയണമായിരുന്നു. ഇവര് അങ്ങനെ പറഞ്ഞില്ല. ഇപ്പം മാസ് മൂവിയാന്നും പറഞ്ഞില്ല, അതേസമയം ഒരു ഇങ്ങനത്തെ ടൈപ്പാന്നും പറഞ്ഞില്ല. അങ്ങനെ തോന്നിയുള്ളൂ. ബാക്കി എല്ലാരും നോർമൽ പടം, ഇങ്ങനെ ഒരു പരീക്ഷണ ചിത്രം അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ടില്ലല്ലോ, ക്ലെയിം ചെയ്തിട്ടില്ല പടം മാസാണെന്ന്. അത് പ്രൊഡ്യൂസർ ഒന്ന് പറയുകയും ചെയ്ത് അതൊരു മറ്റേ KGF-ഉം ലൂസിഫറും ഒന്നും പ്രതീക്ഷ തിയേറ്ററിലോട്ട് വരുന്നതെന്ന് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു. ഫെബ്രുവരിയിൽ ഒരുപാട് പടങ്ങളുണ്ട്. മാക്സിമം സിനിമ ഇഷ്ടമുള്ളവരെല്ലാ പടങ്ങളെല്ലാം പോയി കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നമ്മൾ കണ്ട പടങ്ങൾ സമയമുള്ളതുപോലെ ഞങ്ങൾ ഇതുപോലെ അതിൻ്റെ റിവ്യൂ എന്നാ പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ ഒപ്പീനിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ പറഞ്ഞുവിട്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചുകൂടെ സർക്കുലേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണാൻ നിങ്ങളിലേക്ക് എത്തും.